പ്രൈസ് ദി ലോർഡ്. ദാനിയേലിന്റെ പുസ്തകം 4-ാം അധ്യായമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. നെബൂഖദ്നേസർ രാജാവിനെ കുറിച്ചും രാജാവ് എഴുതിയ ചില കാര്യങ്ങളെ കുറിച്ചുമാണ് 4-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ അധ്യായം തുടങ്ങുന്നത് തന്നെ നെബൂഖദ്നേസർ രാജാവ് ദൈവത്തിന് മഹത്വം കൊടുത്തിട്ടാണ്. അത്യുന്നതനായ ദൈവം എന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച കാര്യങ്ങൾക്ക്, അത്ഭുതങ്ങളെ കുറിച്ചും അടയാളങ്ങളെ കുറിച്ചും ഞാൻ പറയാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു അധ്യായം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. രാജാവ് ഒരു സ്വപ്നം കാണുകയും ആ സ്വപ്നത്തെ കുറിച്ച് ഉള്ള അർത്ഥം മനസ്സിലാക്കുവാനായിട്ട് ദാനിയേൽ എന്ന ബെൽസസറിനെ വിളിക്കുകയും ദാനിയേൽ അതിനെക്കുറിച്ച് അർത്ഥവ്യാഖ്യാനം ചെയ്യുന്നതുമെല്ലാം ഈ അധ്യായത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും. ഈ അധ്യായത്തിന്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ തന്നെ അഹങ്കാരികളോട് ദൈവം എങ്ങനെ പെരുമാറുന്നു എന്നതാണ്. ബാബിലോൺ സാമ്രാജ്യം മൊത്തം കെട്ടിപ്പടുത്തത് നെബൂഖദ്നേസർ രാജാവാണ്. രാജാവ് ഇത് മൊത്തം കെട്ടിപ്പടുത്ത ശേഷം രാജാവ് ഇതിന്റെ ഭംഗി കണ്ട്, സാമ്രാജ്യം കണ്ട് അതിനെ ആസ്വദിച്ച് രാജാവ് പറയാണ്, ഞാൻ ഇത്രയും വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്തു, ഇതെന്റെ കഴിവാണ്. ആ രീതിയിൽ നെബൂഖദ്നേസർ രാജാവ് പറഞ്ഞപ്പോൾ രാജാവിന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദൈവം ഏറ്റവും അധികം വെറുക്കുന്ന ഒരു കാര്യമാണ് നിഗളം അല്ലെങ്കിൽ അഹങ്കാരം എന്നുള്ളത്. നമ്മൾ സാത്താനെ കുറിച്ച് പഠിക്കുമ്പോഴും സാത്താൻ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുവാനുണ്ടായ കാരണം അവന്റെ ജീവിതത്തിൽ ഉണ്ടായ നിഗളമാണ്. നിഗളികളെയാണ് ദൈവം ഏറ്റവും അധികം വെറുക്കുന്നുവെന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. 4-ാം അധ്യായം അതിന്റെ അവസാന ഭാഗങ്ങളിൽ നമ്മൾ കാണുമ്പോൾ നെബൂഖദ്നേസർ രാജാവ് കാളയെ പോലെ പുല്ല് തിന്ന് ജീവിക്കുന്ന അല്ലെങ്കിൽ ഒരു മൃഗതുല്യനായി മാറുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയും മിടുക്കനായ, ഇത്രയും സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്ത നെബൂഖദ്നേസർ രാജാവ് എന്തുകൊണ്ട് ഒരു മൃഗതുല്യനായി മാറി? രാജാവിന്റെ ജീവിതത്തിൽ കടന്നു വന്ന അഹങ്കാരം. നമ്മുടെ എല്ലാം ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ അഹങ്കരിക്കുന്നവരാണ്. ചെറിയ ചെറിയ വിജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പോലും ഇത് എന്റെ കഴിവുകൊണ്ട് അല്ലെങ്കിൽ എന്റെ ഹാർഡ് വർക്ക് കൊണ്ട് എനിക്ക് കിട്ടി എന്നുള്ള അഹങ്കാരത്തിലേക്ക്, അഹങ്കാരത്തിന്റെ ശബ്ദങ്ങളിലേക്ക് നമ്മൾ പോകുന്നവരാണ്. പക്ഷെ ദൈവത്തിന്റെ വചനം നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, അഹങ്കാരികൾക്ക് ഉണ്ടാകുന്ന ശിക്ഷ എന്താണ്. ഏഴ് കാലം കഴിഞ്ഞ ശേഷം നെബൂഖദ്നേസർ രാജാവിന് ബുദ്ധി തിരികെ വന്നു എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ബുദ്ധി തിരികെ വരിക എന്ന് പറഞ്ഞാൽ അവന്റെ ബോധം തിരികെ വന്ന് ഇതിനൊന്നും ആധാരം ഞാനല്ല, ഇതിനെല്ലാം കാരണഭൂതൻ സ്വർഗസ്ഥനായ എന്റെ പിതാവാണ്, സ്വർഗസ്ഥനായ ദൈവമാണ് എന്നുള്ള ബോധ്യത്തിലേക്ക് നെബൂഖദ്നേസർ രാജാവ് തിരികെ വന്നപ്പോഴാണ് രാജാവിന്റെ ജീവിതത്തിൽ മാറ്റം വന്ന് വീണ്ടും ആ സാമ്രാജ്യത്തിലേക്ക് തിരികെ പോകുവാനായിട്ട് ഇടയായിത്തീർന്നത്. പലപ്പോഴും പലരെയും നമ്മൾ കാണുമ്പോൾ അവരെല്ലാം പവർഫുൾ ആയിട്ടൊക്കെ നമുക്ക് തോന്നാം. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം തന്ന അനുഗ്രഹങ്ങളല്ലാതെ ഒന്നും നമ്മുടെ ജീവിതത്തിലില്ല. നമ്മുടെ സൗന്ദര്യത്തിലോ വിദ്യാഭ്യാസത്തിലോ ജോലിയിലോ മക്കളിലോ നമ്മളുടെ സമ്പത്തിലോ ഏതെങ്കിലും കാര്യത്തിലൊക്കെ നമ്മൾ അഹങ്കരിക്കുന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ അതിന് വില കൊടുക്കേണ്ടതായിട്ട് വരും. 4-ാം അധ്യായം 34-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, നെബൂഖദ്നേസറിന്റെ കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി. ആ സമയത്താണ് അവന്റെ ബോധം അല്ലെങ്കിൽ ബുദ്ധി തിരിച്ചു വരുവാനിടയായത്. പലപ്പോഴും നമ്മുടെ കണ്ണുകൾ നമ്മൾ ഉയർത്തി നോക്കുന്നത് നമ്മളെ തന്നെയാണ്. നമ്മളെ തന്നെ നമ്മൾ കാണുമ്പോൾ എന്താണ് നമുക്ക് സംഭവിക്കുന്നത്? അഹങ്കാരം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാനിടയാക്കി. മറ്റു ചിലരാകട്ടെ പ്രശ്നങ്ങളിലേക്കാണ് കണ്ണുയർത്തി നോക്കുന്നത്. നമ്മൾ പ്രശ്നങ്ങളിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉടലെടുക്കുന്നത് ഭയമാണ്.
ചില ആൾക്കാർ മറ്റുള്ള വ്യക്തികളിലേക്ക് നോക്കും, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരിലേക്ക് നോക്കും. അവർക്ക് എന്നേക്കാളും എന്തുണ്ട്? അല്ല, അവർക്കെങ്കിൽ സൗന്ദര്യം കൂടുതലാണോ? ബുദ്ധി കൂടുതലാണോ? നല്ല ജോലിയുണ്ടോ? നല്ല ഫാമിലിയാണോ? ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തി കഴിയുമ്പോൾ നിരാശയിലേക്ക് നമ്മൾ മാറിപ്പോകാനായിട്ട് ഇടയായിത്തീരും. ഇതെല്ലാം ഉപേക്ഷിച്ച് സ്വർഗത്തിലേക്ക് നമ്മൾ കണ്ണുയർത്തി കഴിയുമ്പോൾ നമുക്കൊരു റിസ്റ്റോറേഷൻ ഉണ്ടാവാനിടയായിത്തീരും. തകർന്നു കിടക്കുന്ന ചില മേഖലകളിൽ, നശിച്ചു കിടക്കുന്ന ചില മേഖലകളിൽ സ്വർഗത്തിലേക്ക് നമ്മുടെ കണ്ണുയർത്തി കഴിയുമ്പോൾ ഒരു പുതുജീവൻ ഉണ്ടാകുവാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കും. 34 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ സർവമഹത്വവും സ്വർഗത്തിന്, സർവമഹത്വവും ദൈവത്തിന് കൊടുക്കുന്ന ഒരു നെബൂഖദ്നേസർ രാജാവിനെ നമുക്ക് കാണാൻ സാധിക്കും. തന്റേതെന്ന് കരുതിയ, തന്റെ കഴിവെന്ന് കരുതിയ, അങ്ങനെ പ്രഖ്യാപിച്ച നെബൂഖദ്നേസർ രാജാവ് ഒരു വീഴ്ചയിലൂടെ കടന്നുപോയി. അതിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ സർവമഹത്വവും ദൈവത്തിന് കൊടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അഹങ്കാരം നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ ഭരിക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക, ദൈവത്തിന്റെ വചനം പറയുന്നത് അഹങ്കാരികളെ ദൈവം വെറുക്കുന്നുവെന്നാണ്. ഏതെങ്കിലും കാര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ അഹങ്കാരത്തിന്റെ ഏതെങ്കിലും സ്വരങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ അതിൽ നിന്ന് മാറി സർവമഹത്വം ദൈവത്തിന് കൊടുത്ത് ദൈവസ്ഥനെ താഴ്ന്നിരിക്കുമ്പോൾ ദൈവം നമ്മൾ ഉയർത്തുവാനായിട്ട് ഇടയായിത്തീരും. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, താഴ്മയ്ക്കും യഹോവ ഭക്തിക്കുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാകുന്നു. താഴ്മയോടെ ഇരിക്കുവാൻ, സകല മഹത്വവും ദൈവത്തിന് കൊടുക്കുവാൻ ദൈവം നിങ്ങളെ ഈ ദിവസങ്ങളിൽ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാം.